ഹായ്, നമുക്കിന്ന് ക്യാബേജ് അരിഞ്ഞുകൊണ്ട് കാര്യം പറയാം. ക്യാബേജ് മെഴുക്ക് വരട്ടിക്കാണേ. ഇത്രയും മതി, ഇത് മതി, ധാരാളമാണ്. ഒരു ഉള്ളി, 2-3 പച്ചമുളക്. ക്യാബേജ് മെഴുക്ക് വരട്ടി നിങ്ങൾ വെക്കാറുണ്ടോ? ക്യാബേജ് തോരൻ എല്ലാവരും വെക്കാറെന്ന് തോന്നുന്നു, മെഴുക്ക് വരട്ടി കുറവാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വന്നു, കുളിയൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ നാളത്തേക്കുള്ള ജോലികൾ ഒതുക്കും. വിളക്ക് വെച്ചു. നാമം ചെല്ലലൊന്നുമില്ല, മറ്റേ നാമം ചെല്ലുമായിരുന്നു. ഇപ്പം നാമം ചെല്ലാനൊരു മനസ്സേ ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 2 പെൺപിള്ളേരാണേ. ഞങ്ങൾ 2 പെൺപിള്ളേരായതുകൊണ്ട് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ ഇരുത്തി നാമം ചെല്ലിക്കും. ഞങ്ങളുടെ അമ്മ ഒരാഴ്ച 7 ദിവസം ഉണ്ടെങ്കിൽ 6 ദിവസവും ഞങ്ങളുടെ അമ്മയ്ക്ക് വ്രതമായിരുന്നു. തിങ്കളാഴ്ച വ്രതം, ചൊവ്വാഴ്ച വ്രതം, ശനിയാഴ്ച വ്രതം, വെള്ളിയാഴ്ച വ്രതം. വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നതിന് അമ്മ വ്യാഴാഴ്ച തൊട്ടേ വ്രതമാണ്. അപ്പം ഞാൻ പറയും, വീട്ടിൽ മീൻ മേടിക്കാതിരിക്കാനുള്ള അമ്മയുടെ അടവായി ഈ വ്രതം എന്ന് പറയും. ഈ ഒരു അടുത്ത കാലം വരെ ഞങ്ങളുടെ അമ്മ വയ്യാതെ കിടപ്പിലാകുന്നിടം വരെയും ഞങ്ങളുടെ അമ്മ വ്രതം എല്ലാം പിടിക്കുമായിരുന്നു. വയ്യാതെ കിടപ്പായണക്ക് ഇപ്പോൾ വ്രതവും പിടിക്കാറില്ല, അമ്പലത്തിൽ പോകണമെന്നുമില്ല, കുളിക്കണമെന്ന് പോലും ഇല്ല അമ്മയ്ക്ക്. ഞാനുള്ളപ്പോൾ അമ്മയ്ക്ക് ആ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഞാനെല്ലാം വെച്ച് വിളമ്പും, അമ്മ TV കണ്ടൊക്കെ ഇരുന്നാൽ മതിയായിരുന്നു. ഞാൻ പോയത് കൊണ്ട് ഇപ്പം അച്ഛനും കഷ്ടപ്പാട്, അമ്മയ്ക്കും കഷ്ടപ്പാട്. അപ്പം ഞാനൊരു 18 വയസ്സ് തൊട്ട് എൻ്റെ സ്വന്തം കാലിൽ നിന്ന് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞ് വലുതായിട്ടൊന്നുമില്ല, ചെറിയ വരുമാനമെങ്കിലും 10-18 വയസ്സ് തൊട്ടേ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിലെ ബുദ്ധിമുട്ടും പ്രയാസവും അറിയാവുന്നത് കൊണ്ട്. ചേച്ചിയെ 18 വയസ്സേ നായപ്പോൾ കെട്ടിച്ചായിരുന്നു. ആ വർഷം തന്നെ ചേച്ചി പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. പ്രസവവും കല്യാണത്തിൻ്റെ കടവും ഒക്കെ ആയപ്പം എൻ്റെ പഠിപ്പും എല്ലാം കൂടെ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ കുഞ്ഞിലേ തൊട്ടേ 10 രൂപ കണ്ടമാനം കളയാതെയും 10 രൂപ ഉണ്ടാക്കണമെന്നും ഒക്കെ ഒരു ചിന്തയുള്ള ആളായിരുന്നു. അപ്പം ഞാൻ സ്വന്തമായിട്ട് ജോലി കിട്ടുമ്പോൾ ഞാൻ നോക്കിക്കോ, ഒത്തിരി കറികൾ ഉണ്ടാക്കും വീട്ടിൽ, അമ്മയുടെ കൂട്ട് ഒരു കറിയൊന്നും ആയിരിക്കത്തില്ലെന്ന് പറയും. ഞാൻ അങ്ങനെ ജോലി കിട്ടിയ കാലം തൊട്ട് 3 കറി കുറഞ്ഞത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കത്തില്ല. അതിന് ചേച്ചി ഇപ്പോഴും വഴക്കം. ഞാൻ ഈ ലഞ്ച് വീഡിയോ ഇടുമ്പം അതിനകത്ത് 3 കറി കാണുമ്പോൾ ചേച്ചി എന്നെ വഴക്ക് പറയുന്നുണ്ട്, സ്മിതേ നീ എന്തിനാ ഒറ്റയ്ക്ക് 3 കറിയൊക്കെ ഉണ്ടാക്കുന്നത്, 1-2 കറി ഉണ്ടാക്ക്, പിന്നെ നിനക്ക് വീടൊക്കെ വെക്കണ്ടായോ, ലുബ്ധിച്ച് ജീവിരെന്നൊക്കെ ചേച്ചി പറയും. പക്ഷേ എനിക്കറിയത്തില്ല, ഞാനതങ്ങ് ശീലമായിപ്പോൾ. അന്ന് തൊട്ടേ 3 കറി ഉണ്ടാക്കി. എനിക്ക് 3 കറി ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ അങ്ങ് വിഷമമാണെന്നുള്ളതാണ്. ശരിയാണ്, ഒരു കറി കൊണ്ടാണെങ്കിലും നമുക്ക് ചോറുണ്ണാം, എങ്കിലും അതൊരു ശീലമായിപ്പോൾ. ഇല്ല, കൊച്ചിലെ ഞങ്ങളുടെ വീട്ടിൽ ഒരു കറിയും കൊണ്ട് ഉണ്ടാക്കുന്ന കണ്ട് എനിക്കങ്ങ് ദേഷ്യമായിരുന്നു. എനിക്കത് പോരാ. ഒരുപാട് കഴിച്ചില്ലേലും കഴിക്കുന്നത് നല്ലതായിട്ട് കഴിക്കണമെന്നൊരു, ഹോട്ടൽ ഫുഡ് വേണമെന്നേ ഇല്ല എനിക്ക് കേട്ടോ. ഹോട്ടൽ ആഹാരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ വടക്കിടുപാട്ട് ഞാനുമില്ല, ചേച്ചിയില്ല. ചേച്ചി ഇപ്പം പറയും ചേട്ടനോട് പൊറോട്ട വേണം, ഇറച്ചി വേണമെന്നൊക്കെ. അല്ലാതെ ചേച്ചിയും കല്യാണം വരെയും കഴിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ മേടിക്കത്തില്ല. അച്ഛനെ ജോലി കഴിഞ്ഞ് വരുമ്പം 30 രൂപയുടെ കപ്പലണ്ടി മേടിച്ചുകൊണ്ടിരിക്കും. അപ്പം അച്ഛൻ വരുന്നത് നോക്കി ഞങ്ങൾ 2 പേരും നിൽക്കുമായിരുന്നു. അപ്പം അച്ഛൻ സൈക്കിളിൻ്റെ പുറകിൽ ആ പൊതി കാണും, അല്ലെങ്കിൽ 4 പരിപ്പ് വട എല്ലാം 4 എണ്ണം മേടിച്ചുകൊണ്ട് വരും. എനിക്കും ചേച്ചിക്കും അച്ഛനും അമ്മയ്ക്കും. ഒന്നുമില്ലെന്ന് കണ്ടാൽ ഞങ്ങൾക്കത് ഭയങ്കര വിഷമം. ഞങ്ങളുടെ അമ്മയാണ് അച്ഛനോട് വഴക്ക് വരെ ഉണ്ടാക്കും പൊതി കണ്ടില്ലെങ്കിൽ. ചുമ്മാതങ്ങ് അച്ഛന് വെള്ളം ചൂടാക്കി ഇട്ടില്ലയോ എന്നങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയും സൗകര്യമില്ല. എന്താ അപ്പോഴേ മനസ്സിലാവും പൊതി ഇല്ലാത്തതിൻ്റെ കെറുവ അമ്മയ്ക്കുമെന്ന്. പക്ഷെ അതൊക്കെ ഒരു നല്ല കാലമായിരുന്നു. ആ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുന്നതും കാത്തിരിക്കുന്ന മക്കളിപ്പോൾ ഉണ്ടോ? ഇല്ലേ? അമ്മ ജോലി കഴിഞ്ഞ് അമ്മ ജോലിക്ക് പോയാൽ അമ്മ വരുന്നത് നോക്കിയിരിക്കുന്ന മക്കളുണ്ടോ? ഞങ്ങളുടെ അമ്മയ്ക്ക് തയ്യലായിരുന്നു. അപ്പം ഞങ്ങളുടെ അമ്മ തയ്ക്കുമ്പം ഞങ്ങളുടെ ചേച്ചി എല്ലാം ചെയ്യുമായിരുന്നു കേട്ടോ. അമ്മ ഇരുന്ന് തയ്ച്ചു എന്ന് പറഞ്ഞാൽ അവൾ എല്ലാം ചെയ്യുമായിരുന്നു. അന്ന് ഞാൻ എനിക്കത്ര ജോലിയൊന്നും അറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ അമ്മയും അച്ഛനും നല്ലതായിട്ട് കഷ്ടപ്പെട്ടതാണ്. അവർ നല്ലതായിട്ട് കഷ്ടപ്പെട്ട 40-40 കൊല്ലമായി അവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. വഴക്കും ബഹളമൊക്കെ ഉണ്ട്, എങ്കിലും 2 പേർക്കും 2 പേരെയും കാണാതിരിക്കാൻ പറ്റത്തില്ല. വിഷമമാണ്. വഴക്കില്ലാത്ത ലൈഫ് ഇല്ലല്ലോ.
അത് പൊരുത്തപ്പെട്ട് പോകുമ്പോഴല്ലേ ജീവിതമാകുന്നത്. അപ്പം പറഞ്ഞു വരുമ്പം 3 കറി ഉണ്ടാക്കുന്നതിന് എല്ലാവർക്കും കംപ്ലൈൻ്റാണ്. എന്തിന് 3 കറി വെക്കുന്നു, 1 കറി വെച്ച് കഴിച്ചാൽ പോരാ, നീ ഒറ്റയ്ക്കല്ലേ ഉള്ളു, ആണുങ്ങൾ ആരാണ്ട് കഴിക്കാനുണ്ടോ, ആണുങ്ങളുള്ള വീട്ടിൽ 2-3 കറിയൊക്കെ ഉണ്ടാക്കണ്ടേന്ന് പറയും. എനിക്കറിയത്തില്ല, ഞാൻ ശീലിച്ച് പോയി. ഈ ചോറിന് വിളമ്പ് അതിന് ഞാൻ ഈ പപ്പടമെങ്കിലും കാച്ചി വെക്കുന്ന 3 കറി തികയ്ക്കാൻ വേണ്ടിയിട്ട്. അത് വീഡിയോ എടുക്കുന്നത് കൊണ്ടല്ല കേട്ടോ, ഞാൻ അങ്ങനെ അങ്ങ് ശീലിച്ച് പോയി ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയില്ല. ഇപ്പം നമ്മുടെ വീട്ടിലോട്ടൊരാൾ യാദർച്ഛിക കയറി വന്ന് അവർക്ക് ഇച്ചിരി ആഹാരം കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരു കറിയും കൂട്ടി കൊടുക്കുന്ന മോശമല്ലയോ? ആ ഒരു ചിന്തയിൽ നിന്നായിരിക്കാം ഞാൻ ഇങ്ങനെ ചെയ്ത് എനിക്കിപ്പം 3 കറിയില്ല പറ്റത്തില്ലെന്നുള്ളതായേക്കുക. പിന്നെ ശരിയാണ്, ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. വീട് വെക്കണം, കടം വീട്ടണം, ഒരാളുടെ വരുമാനം കൊണ്ടാണ് ഇതെല്ലാം നടക്കേണ്ടതെന്നെല്ലാം എനിക്കറിയാം. ഞാൻ അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എൻ്റെ ഫുഡിനകത്ത് അങ്ങനെ എന്തെങ്കിലും ആഡംബരം ഉണ്ടോ? ഇതൊക്കെ ഉള്ള എൻ്റെ കഴിപ്പ്, അല്ല ഞാൻ പുറത്തുനിന്നൊന്നും ഒന്നും മേടിച്ച് കഴിക്കുന്നില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് തന്നാൽ തിന്നും, അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ പച്ചക്കറി അരിഞ്ഞുകൊണ്ട് ഇത്രയും കഥയേ ഉള്ളൂ പറയാൻ. അപ്പം എല്ലാവരും കാണണേ.